ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ 100 വയസ്സ് കഴിഞ്ഞ വോട്ടർമാരെ കുറിച്ച് ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ്. അതിൽ കോഴിക്കോട് നിന്ന് വളരെ സന്തോഷകരമായ ഒരു ചിരി സമ്മാനിച്ച ചിരിതമ്മൂമ്മയുണ്ട്. അപ്പോൾ അതാ ചിരിതമ്മൂമ്മ 104-ാം വയസ്സിൽ ആ പിറന്നാളാഘോഷത്തിൻ്റെ ഒരു രസത്തിലാണ്, എല്ലാവരുമുണ്ട്. അപ്പോൾ ആ ആഘോഷവും ഇപ്പോൾ വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുകയാണ്. കാണാം ആദ്യം. ഈ പിറന്നാൾ സന്തോഷം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് നയൻതാരയാണ്, കോഴിക്കോട്. നയൻതാര, അന്ന് ഏറ്റവും കൂടുതൽ രസിച്ച സന്തോഷത്തോടെ കണ്ട അല്ലേ അമ്മമാരിൽ ഒരാളാണ് ചിരിത മുത്തശ്ശി. ഏതായാലും ചിരിത മുത്തശ്ശിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ കളർഫുള്ളായിട്ട് നേരത്തെ ഉണ്ടാകുമായിരിക്കാം, എങ്കിലും ഇന്നത്തെ ഈ തവണത്തെ പിറന്നാളിനൊരു പ്രത്യേകതയുണ്ടല്ലേ, ആളുകളൊക്കെ കൂടുതൽ അറിയുന്ന ഒരാളായി മാറിയ ശേഷമുള്ള പിറന്നാൾ കൂടിയാണ്. 104-ാം വയസ്സിലൊരു പിറന്നാൾ നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് തോന്നുന്നത്. പണ്ടുള്ള ആളുകളുടെ ജീവിത രീതിയും അതുപോലെ അവരുടെ ജീവിത ശൈലികൾ കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇത്രയും ആരോഗ്യമായിട്ട് തന്നെ ഈ അമ്മ ഇത്രയും കാലം നിൽക്കുന്നത്, അമ്മ സന്തോഷത്തോടെ കൂടി കഴിയുന്നത്. 2 ആഴ്ച മുമ്പ് മാതൃഭൂമി തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു 100 വയസ്സ് കടന്ന വോട്ടർമാരെ കുറിച്ച്. അന്ന് വാർത്തകളിൽ നിറഞ്ഞ് താരമായി നിന്ന മുത്തശ്ശിയായിരുന്നു ചിരിതക്കുട്ടിയമ്മ. കോഴിക്കോട് കുറ്റ്യാടിക്കടുത്തുള്ള കടിയങ്ങാട് എന്ന സ്ഥലത്ത് കരിങ്ങാട്ട് എന്ന വീട്ടിലെ ചിരിതക്കുട്ടിയമ്മയാണ് ചിരിത ചാത്തൻ. എല്ലാവരും ഒരുപക്ഷെ ചിരിതക്കുട്ടിയെ കാണാത്തവരെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അന്ന് വാർത്തകളിൽ ഇപ്പോഴും ഷോർട്ട് വീഡിയോ ഒക്കെ ആയി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ആ വാർത്ത ചെയ്തതിൻ്റെ അടിയിൽ യൂട്യൂബിൽ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിരുന്നു. അമ്മയെ കണ്ട് സന്തോഷിച്ചവരും അമ്മയുടെ സംസാരം കേട്ട് സന്തോഷിച്ചവർ, അമ്മയുടെ ചിരി കണ്ട് സന്തോഷിച്ചവർ, അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ കണ്ട് അന്ന് നമ്മളെല്ലാവരും അന്ന് വാർത്ത കണ്ട എല്ലാവരും തന്നെ സന്തോഷിച്ചിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അന്ന് വാർത്ത ചെയ്യുമ്പോൾ അന്ന് വാർത്തയിൽ തന്നെയുണ്ട് വളരെ നാണക്കാരിയായ മുത്തശ്ശിയാണ്. ഈ ഒരു പിറന്നാൾ ആഘോഷത്തിലും നമുക്ക് കാണാം അവരുടെ മക്കളുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്നാണ് പിറന്നാൾ ആഘോഷം നടത്തുന്നത്. ആ ഒരു ആഘോഷം കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. 104-ാം വയസ്സിലും സന്തോഷവതിയായിരിക്കുന്നു. അന്ന് മുമ്പ് ചെയ്ത വാർത്തകളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു, ഞാൻ സുന്ദരിയാണല്ലോ എന്ന് പറയുമ്പോൾ പല്ലില്ലാതെ ചിരി നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അന്ന് പറഞ്ഞിരുന്നു പല്ലില്ലാതെ എന്ത് ചിരിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പല്ലില്ലെങ്കിലും സുന്ദരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് മനോഹരമായി ആ പല്ലില്ലാതെ മോണ കാട്ടി ഒരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരി എന്തായാലും നിങ്ങളിൽ പലരുടെ ഉള്ളിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും വളരെ നാണക്കാരിയായി ഇവരുടെ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുന്നു, പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മക്കൾ വീടിനടുത്തുള്ളവർ മറ്റ് ബന്ധുക്കൾ എല്ലാവരും ചേർന്നാണ് 104-ാം വയസ്സ് ആഘോഷമാക്കിയത്. സന്തോഷത്തോടെയല്ലേ മോണകാട്ടിയുള്ള മനോഹരമായ ചിരിതക്കുട്ടിയമ്മ ഇനി ഒരുപാട് കാലം സന്തോഷവതിയായിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ശരി നയൻതാര.